മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ വ്യാപനം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ മുണ്ടത്തിക്കോട് മയക്കുമരുന്ന് പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമസഭാ ഹാളിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി വൻ വിജയം. 300-ലധികം കുട്ടികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. റവറന്റ് ഫാദർ ഡോക്ടർ ദേവക്കര മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങൾ വിശദമായി വിവരിച്ചു. മയക്കുമരുന്ന് മാഫിയയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിന്റെ അപകടങ്ങളെക്കുറിച്ചും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മയക്കുമരുന്ന് ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചും വിശദീകരിച്ചു. കൗൺസിലർ കെ അജിത് കുമാർ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ കെ എൻ പ്രകാശൻ, ഇ പി ജയപ്രകാശ്, എം ആർ ജയകുമാർ, ബിജു ഇഗ്നേഷ്യസ്, ആശാവർക്കർമാരായ ശുഭ, ക്ലാര എന്നിവരും സന്നിധരായിരുന്നു. മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും കുട്ടികളെ മയക്കുമരുന്നിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കണമെന്നും പങ്കെടുത്തവർ പ്രതിജ്ഞ ചെയ്തു. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കഞ്ചാവ് അടിച്ചതാണ്. പോലീസുകാർ വരുമ്പോ അയ്യോ അവൻ കഞ്ചാവിലാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർഷങ്ങളായിട്ട് കേസിന് നടത്താമെന്ന് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ലഹരിയുടെ ഉപയോഗം ഒരു നാടിന് എല്ലാ രീതിയിലും ശാപമാണ് എന്നുള്ളതാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് അത്തരമൊരു ലക്ഷണങ്ങൾ നിങ്ങളുടെ ചുറ്റും കാണുകയാണെങ്കിൽ നിങ്ങൾ അതിനെ നിസ്സാരവൽക്കരിക്കരുത്. നിങ്ങൾ അതിനെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് അതിനെക്കുറിച്ച് കൃത്യമായി പറയുകയും സംശയാസ്പദമായ രീതിയിൽ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് കൃത്യമായിട്ട് പറയുകയും ചെയ്യും. സ്വാഭാവികമായി ഇതിലൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ആർക്കും ഇത് പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ തെറ്റിദ്ധാരണ. തിരുവനന്തപുരത്ത് ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരു ചേട്ടൻ അദ്ദേഹത്തിന്റെ 2 മക്കളെയും കൊണ്ട് കരഞ്ഞിട്ട് ഊപ്പിയിൽ വന്നു. 2 പേരിൽ ഒരാൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്, മറ്റേത് 5ാം ക്ലാസ് പയ്യനാണ്. ഈ ചേട്ടന്റെ ഹൃദയം തകർന്നു പോകാനുള്ള കാരണം ഈ മകള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകള് കഞ്ചാവ് ഉപയോഗിക്കുകയും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയന് കഞ്ചാവ് ഉപയോഗിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഈ ചേട്ടൻ പറയുക, സാറേ നമ്മളൊക്കെ വിചാരിക്കൂ ഇങ്ങനെ ഒരു പെൺകുട്ടി അനിയന് ലഹരി കൊടുക്കുന്നുള്ള കാര്യം.